നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ യാതൊരു കെട്ടുറപ്പുമില്ലെന്നും വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രാപ്തിയുള്ള നേതൃത്വം കോൺഗ്രസിൽ ഇല്ല എന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും പിണറായി വിജയൻ തന്നെ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം AICC നേതൃത്വത്തെ അറിയിച്ചതായി സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നടക്കുന്ന സംഭവവികാസങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത അസംതൃപ്തി ഉയർത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തിനെതിരെ നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവസാനം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായതും രാഹുൽ മാങ്കൂട്ടം വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസവും അത് CPM മുതലെടുത്തതുമെല്ലാം ലീഗിന് കടുത്ത രോഷവും അസംതൃപ്തിയും ഉണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ലീഗ് നേതൃത്വം AICC നേതൃത്വത്തെ കണ്ട് തങ്ങളുടെ അസംതൃപ്തിയും എതിർപ്പും വിയോജിപ്പും അറിയിച്ചത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. ആരാണ് കോൺഗ്രസിനെ നയിക്കുന്നത്? നേതാക്കന്മാർ തമ്മിൽ ഒരു ഒത്തൊരുമയുണ്ടോ? ഐക്യരൂപ്യമുണ്ടോ? ഒത്തൊരുമയില്ലാതെ നേതാക്കൾ എങ്ങനെയാണ് ജനങ്ങളെ സമീപിക്കുക? എങ്ങനെയാണ് ഒരു പാർട്ടിയായി നിന്ന് കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുക? ഇത്തരം ചോദ്യങ്ങളാണ് ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ, കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. KC വേണുഗോപാൽ വഴി കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ തങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും എല്ലാം ലീഗ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പോയാൽ, ഇങ്ങനെ പോയാൽ വീണ്ടും CPM തന്നെ അധികാരത്തിൽ വരും. പിന്നെ കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ലീഗ് വളരെ വില കൊടുത്ത്, വളരെ റിസ്ക് എടുത്താണ് UDF-ൽ കോൺഗ്രസിനൊപ്പം നിലകൊള്ളുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന് അത്തരം ഒരു ധാരണയൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പാണ് വരുന്നതെന്നും അത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാതൊരു ധാരണയും കോൺഗ്രസ് നേതാക്കൾ തമ്മിലില്ല എന്നും പരസ്പരം പോരടിച്ച് ഉള്ള സാധ്യതകളെ ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതെന്നുമാണ് ലീഗ് നേതൃത്വം AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AICC നേതൃത്വത്തിൻ്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അത് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയെയും മുസ്ലിം ലീഗ് നേതൃത്വം ഇത് അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പഠനപ്പിളക്കവും ഒത്തൊരുമയില്ലായ്മയും ഐക്യരൂപ്യമില്ലായ്മയും നിയമസഭയിൽ പോലും പരസ്പരം വിശ്വാസമില്ലാതെ പ്രവർത്തിക്കുന്നതുമെല്ലാം ജനങ്ങൾ കാണുകയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഇത് മുച്ചൂടും ബാധിക്കുമെന്നുമാണ് ലീഗ് നേതൃത്വം വളരെ വിഷമത്തോടെ AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് വളരെ റിസ്ക് എടുത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് UDF-ൻ്റെ നിലനിൽപ്പിനായി പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്ത് നിലകൊള്ളുന്നത്. എന്നാൽ ലീഗ് നടത്തുന്ന വിട്ടുവീഴ്ചകളെയൊന്നും കോൺഗ്രസ് പരിഗണിക്കുന്നത് പോലുമില്ല എന്നാണ് ലീഗ് നേതൃത്വം പരാതിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തിൽ ലീഗ് നേതൃത്വം ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയും കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളടക്കമുള്ള ലീഗ് നേതൃത്വം ഇക്കാര്യം AICC നേതൃത്വത്തെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറിയിച്ചു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നാണ് MP ആയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ലീഗ് നേതൃത്വവുമായി പ്രിയങ്കയ്ക്ക് നല്ല അടുപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ടും അവർ കൃത്യമായി ഇത്തരം കാര്യങ്ങളെല്ലാം പ്രിയങ്ക ഗാന്ധിയെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി UDF-ന് കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം AICC നേതൃത്വത്തോട് പറയുന്നത്. ഒരു കോൺഗ്രസ് നേതാവിനും അടുത്തിരിക്കുന്ന കോൺഗ്രസ് നേതാവിനെ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ജനങ്ങളെ നേരിടുക? എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് പിണറായി ഭരണത്തെ തൂത്തറിയുക? ജനങ്ങൾക്ക് മുന്നിൽ ഒരുമയോടെ ചെല്ലാൻ ഇവർക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതൊരു പാർട്ടി മുന്നണിയുമായി വിശ്വാസ്യതയോടെ ജനങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളാൻ കഴിയുക? ഇതാണ് മുസ്ലിം ലീഗ് നേതൃത്വം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല എന്ന് നമുക്കറിയാം. AICC നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് ഇതെല്ലാം കാണുന്നത്. ദീപാദാസ് മുൻഷിയോട് എല്ലാ മാസവും കൃത്യതയും റിപ്പോർട്ട് നൽകാനാണ് AICC നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അഴിച്ചുപണി തന്നെ വേണമെങ്കിൽ കോൺഗ്രസിൽ നടത്തിയേക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ AICC നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊന്നും ബാധിച്ച മട്ടില്ല. അവർ ഇപ്പോഴും ചക്കളത്തി പോരാട്ടവും തൊഴുത്തിൽ കുത്തുമായി മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഇപ്പോഴും ലീഗിനെ പ്രകോപിപ്പിക്കുന്നത്.